ഹലോ, നമുക്കൊന്ന് കുറച്ച് മാങ്ങ പൊട്ടിച്ചിട്ട് ഉപ്പിലിട്ടാലോ? നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള മാവാട്ടാ ഇതും ഇപ്രാവശ്യം ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ട്. മൂവാണ്ടൻ മാങ്ങയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രക്ക് മാങ്ങ ഉണ്ടായിരുന്നില്ല. ഒരു 2 വർഷം മുമ്പ് മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതുപോലെ. പിന്നെ ഇങ്ങനെ ഇപ്രാവശ്യം ആട്ടാ പിടിച്ചത്. ഞാൻ ടെറസിൻ്റെ മേലൊക്കെ കയറിയിട്ട് തോട്ടി കൊണ്ട് പൊട്ടിച്ചതാട്ടാ ഇത്. നല്ലൊരു സാഹസികമായിട്ടാണ് ഞാനത് പൊട്ടിച്ചത്. അങ്ങനെ അത്യാവശ്യം മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 പാത്രം നിറയെ നമുക്ക് മാങ്ങ കിട്ടിയിട്ടാ. ഇതെല്ലാം അതും കൂടെ ഞാനും മോളും കൂടാണ് പെറുക്കി ഒരു 2 പാത്രത്തിലാക്കി നിറച്ചു. നമ്മൾ മാങ്ങ ഉപ്പിലിടുമ്പോഴേ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മൾ അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഒരു ടൗല അല്ലെങ്കിൽ ഒരു ടെറക്കിയ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അത് തുടയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉപ്പിലിട്ടത് ആകെ പൂപ്പൽ വന്ന പോലെ ആവും. അതിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ പാട കെട്ടിയിട്ട് കിടക്കും. അപ്പം ഞാനൊരു ടൗലൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അത് തുടച്ചു കേട്ടോ. എന്നിട്ട് ഇത് ഉപ്പിലിടുന്നത് ഞാനല്ല, ഉമ്മയാണ്. അപ്പം ഉമ്മ അതിൻ്റെ ഇടയിൽ മോള് വന്നിട്ട് 2 കഷ്ണമൊക്കെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണതാട്ടാ അവൾക്ക് ഉപ്പിലിട്ട് കഴിക്കാൻ. അപ്പോൾ ഉമ്മ ഇങ്ങനെയാണ് ഉമ്മ കട്ട് ചെയ്യാട്ടാ ഉപ്പിലിടാൻ. വളരെ ഇങ്ങനെ കയ്യിൽ കട്ടിങ് ബോർഡൊന്നും ഇല്ലാണ്ട് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഉമ്മ ഇതൊക്കെ കട്ട് ചെയ്തിടണത് കേട്ടോ. അപ്പോൾ ആൾ കട്ട് ചെയ്യുമ്പോൾ ഞാനത് സൈഡിൽ കൂടെ നിന്ന് അങ്ങ് വീഡിയോ എടുത്തതാട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോള് നേരത്തെ കട്ട് ചെയ്തില്ലേ, അപ്പോൾ അതിൽ ഉപ്പും മുളകൊക്കെ ഇട്ടുതരാൻ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് കൊടുത്ത് ആളത് നന്നായിട്ട് അപ്പോൾ അതങ്ങ് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ആളത് കഴിക്കാട്ടോ. ഇത് നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴിക്കണം കാണുമ്പോൾ തന്നെ നമുക്കത് കൊതിയാവും. നല്ല രസമുണ്ടായിരുന്നു. ഒരു ബൈറ്റ് എനിക്കും തന്നവള്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഉമ്മ മാങ്ങൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ ഉപ്പൊക്കെ ഇട്ടിട്ട് പാത്രത്തോണ്ട് ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉമ്മ നല്ലൊരു വൃത്തിയുള്ളൊരു ബോട്ടിലിൽ ഈ മാങ്ങകളെല്ലാം ഇട്ടിച്ചിട്ട് ടൈറ്റായിട്ടുള്ള ഒരു മൂടിയുണ്ട് മൂടിയിട്ടു കേട്ടോ. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കുറച്ച് ദിവസം വെക്കണമെന്ന് പറഞ്ഞാലും നമ്മളതങ്ങനെ വെക്കില്ലല്ലോ. നമ്മളത് ഒരു ബോട്ടിലിൻ്റെ പകുതിയാക്കിയിട്ടുണ്ട്, മറ്റേ ബോട്ടിൽ അങ്ങനെ തന്നെ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ കുഞ്ഞ് ബെല്ലൈക്കണില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.